സെക്കര്യാവ് എന്ന ദൈവമനുഷ്യൻ്റെ ജീവിതത്തിൽ നീണ്ട വർഷങ്ങൾ മറുപടിക്കായി കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ വിശ്വസിക്കുന്നത് സെക്കര്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അതിൻ്റെ കാരണം, സെക്കര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുമ്പോൾ നീണ്ട വർഷങ്ങൾ സെക്കര്യാവ് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ മറുപടി ലഭിക്കാതെ ഇരിക്കുമ്പോൾ, കാലതാമസമുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനിയും ഈ വിഷയത്തിന് മറുപടിയില്ല. എന്നാൽ നാം ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. നീണ്ട വർഷങ്ങളുടെ മറുപടി ലഭിച്ച സെക്കര്യാവിൻ്റെ ജീവിതത്തിൽ തുടർന്നുള്ള കാലങ്ങളിൽ ഒരു ചരിത്രത്തെ മുഴുവനും ദൈവം തിരുത്താനായി ഒരു മകനെ നൽകുമ്പോൾ തൻ്റെ പ്രാർത്ഥന വിഫലമായി പോയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില പ്രാർത്ഥനകൾ കാലതാമസം ഉണ്ടായാലും അതിൻ്റെ മറുപടികൾ വ്യത്യസ്തമായിരിക്കും. അത് ഒരു തലമുറയെ മുഴുവനും ചലിപ്പിക്കുന്ന മറുപടിയായി മാറിയതുപോലെ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. പ്രാർത്ഥന തുടരുക. ചരിത്രങ്ങളെ തിരുത്തുന്ന യോഹന്നാൻ്റെ ജനനം സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും കാലതാമസത്തിൻ്റെ മറുപടികൾ ഒരു ചരിത്രത്തെ തിരുത്തുന്നതായി മാറട്ടെ. പ്രാർത്ഥന തുടരുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.